ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന കാട്ടാനകളെ തുരത്താൻ കുങ്കിയാനകളെത്തി. ചിന്നക്കനാലിലെ അരിക്കൊമ്പനെ തളയ്ക്കാനുള്ള കുങ്കിയാനകളിൽ ആദ്യത്തേത് വയനാട്ടിൽ നിന്നും പുറപ്പെട്ടു. ഇടുക്കിയെ വിറപ്പിച്ച അരിക്കൊമ്പനെ പൂട്ടാൻ രണ്ടാം കുങ്കിയാന സൂര്യനും ചിന്നക്കനാലിൽ. നമ്മൾ കണ്ട ഈ വാർത്തകൾക്ക് പിന്നിൽ ഒരു കഥയുണ്ട്. നഷ്ടപ്പെട്ടു പോയ ഒരു സംസ്കാരത്തിന്റെ, അത് വീണ്ടെടുക്കേണ്ടതിന്റെ സഹവർത്തിത്വത്തിന്റെ കഥ. മനുഷ്യന്റെ പരിണാമ കാലഘട്ടം മുതൽ തന്നെ ആനയും മനുഷ്യനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നായാടിയായിരുന്ന മനുഷ്യൻ ആനകളെ വേട്ടയാടി ഭക്ഷണമാക്കിയിരുന്നു. 6 ജീനസുകളിലായി 26 ഇനം ആനകൾ ജീവിച്ചിരുന്ന ഭൂമിയിൽ മനുഷ്യന്റെ വേട്ടയാടലും ആഗോള താപനവും മൂലം അവയിൽ പലതിന്റെയും വംശം അറ്റുപോയി. 5000 വർഷങ്ങൾക്ക് മുൻപ് തന്നെ സിന്ധു നദീതട നിവാസികൾ ആനയെ മെരുക്കി വളർത്തിയിരുന്നു. പുരാതന കാലങ്ങളിൽ വലിയ നിർമ്മിതികൾക്ക് വേണ്ടി ഭാരം വഹിക്കുവാനും നായാട്ടിനും യുദ്ധത്തിനും വേണ്ടിയെല്ലാം ആനകളെ ഉപയോഗിച്ചിരുന്നു. ചന്ദ്രഗുപ്ത മൗര്യന്റെ സൈന്യത്തിൽ 9000 ആനകൾ ഉണ്ടായിരുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഗജമില്ലാത്ത സൈന്യം എത്ര വലുതായാലും ശോഭിക്കില്ലെന്നാണ് പാലകാപ്യ മഹർഷി രോമപാദ രാജാവിനോട് പറഞ്ഞിട്ടുള്ളത്. ഭാരതത്തിൽ കാട്ടാനകളെ പിടികൂടിയിരുന്നത് വാരിക്കുഴി, ഖത്ത, മേളശിക്കാർ തുടങ്ങിയ രീതികളിലൂടെയാണ്. ഇത്തരത്തിൽ പിടികൂടുന്ന ആനകളെ വനം വകുപ്പ് പരിശീലനം നൽകി താപ്പാനകളായും കാട്ടിൽ നിന്നും മുറിക്കുന്ന വൻമരങ്ങൾ വലിക്കുന്നതിനും അവ തീവണ്ടികളിലും മറ്റും നിറയ്ക്കുന്നതിനും ഉപയോഗിച്ചിരുന്നു. 1972 വന്യജീവി സംരക്ഷണ നിയമം സംരക്ഷിത വനമേഖലയിൽ നിന്നും മരങ്ങൾ മുറിക്കുന്നത് അടക്കമുള്ള പ്രവർത്തനങ്ങൾ നിരോധിച്ചതും 1985 നിലവിൽ വന്ന ആനപ്പിടുത്ത നിരോധനവും മൂലം കാട്ടാനകളെ പിടിക്കാൻ കഴിയാതെ വന്നതും കേരളത്തിലെ ആനക്യാമ്പുകൾക്ക് ബാധ്യതയായി മാറിയ കുംകിയാനകളെ വിറ്റൊഴിവാക്കുന്നതിന് കാരണമായി. എന്നാൽ അപകടത്തിൽപ്പെട്ട് കിട്ടുന്ന കാട്ടാനകളെയും പ്രശ്നക്കാരായവരെയും പിടികൂടി പരിശീലനം നൽകി തമിഴ്നാടും കർണാടകയും അവരുടെ കുംകി ക്യാമ്പുകൾ സജീവമായി നിലനിർത്തി. പതിയെ കേരളത്തിലെ ആനക്യാമ്പുകൾ ടൂറിസം കേന്ദ്രങ്ങൾ മാത്രമായി ചുരുങ്ങി. എന്നാൽ കേരളത്തിൽ വർദ്ധിച്ചുവരുന്ന മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണത്തിന് കുംകിയാനകൾ ഉണ്ടാവേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യകതയാണ്. കേരള വനം വകുപ്പിന്റെ കീഴിൽ നിലവിലുള്ള 4 ആനക്യാമ്പുകളിൽ ഒന്നാണ് വയനാട് വന്യജീവി സങ്കേതത്തിന്റെ ഭാഗമായ മുത്തങ്ങ ആനക്യാമ്പ്. 1850 കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാർ ആരംഭിച്ച ആനക്യാമ്പിൽ വാരിക്കുഴി, ഖത്ത തുടങ്ങിയ രീതികളിൽ ആനകളെ പിടികൂടി മെരുക്കിയെടുത്തിരുന്നു. ഇവിടെ നിന്ന് പരിശീലനം ലഭിച്ച ആനകളെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തടി വലിക്കുന്നതിനായി ഉപയോഗിച്ചിരുന്നു. നിലവിൽ കേരളത്തിലെ ഏക കുംകി പരിശീലന കേന്ദ്രമാണ് മുത്തങ്ങ ആനക്യാമ്പ്. ഇവിടുത്തെ ഒരു ദിവസം ആരംഭിക്കുന്നത് രാവിലെ 6:30 ആനപ്പാപ്പാന്മാർ ആനകളുടെ സമീപം എത്തുന്നത് മുതലാണ്. സാധാരണ കാണുന്നത് പോലെ മുൻകാലുകളിലും പിൻകാലുകളിലും ചങ്ങലയിട്ട് ആനകളെ കെട്ടുന്ന രീതി ഇവിടെ പിന്തുടരുന്നില്ല. പകരം ആനകളെ ഒറ്റച്ചങ്ങലയിൽ കെട്ടുന്നതാണ് മുത്തങ്ങ ആനക്യാമ്പിന്റെ ഒരു സവിശേഷത. കുറച്ചു സമയത്തെ നിരീക്ഷണത്തിന് ശേഷം പാപ്പാന്മാർ തറി വൃത്തിയാക്കും. തീറ്റയുടെ ബാക്കിയും ആനപ്പിണ്ടവും സമീപത്തായെടുത്ത കുഴിയിൽ നിക്ഷേപിക്കുന്നു. ഇതുമൂലം ക്യാമ്പും പരിസരവും വൃത്തിയായി സൂക്ഷിക്കാൻ സാധിക്കും. ആനകളെ കിടത്തി പൊടി തട്ടിയതിനു ശേഷം അവയെ കുളിപ്പിക്കാൻ കൊണ്ടുപോകും. പ്രാണാ സർവജലേനൈവ പ്രായോ രോഹന്തി ദന്തിന എന്നാണ് മാതംഗലീലയിൽ പറഞ്ഞിട്ടുള്ളത്. അതായത് ജലമാണ് ആനകൾക്ക് പ്രധാനമായും പ്രാണബലം നൽകുന്നത്. വന്യജീവി സങ്കേതത്തിൽ കൂടി ഒഴുകുന്ന നൂൽപ്പുഴ മുത്തങ്ങ ക്യാമ്പിലെ ആനകൾക്ക് ശുദ്ധമായ കുടിവെള്ളവും വിസ്തരിച്ചുള്ള കുളിയും പ്രദാനം ചെയ്യുന്നു.
പാപ്പാനും ആനയും തമ്മിലുള്ള ബന്ധം വർദ്ധിക്കുന്നതിനും ആനകളുടെ ആരോഗ്യത്തിനും രാവിലെയും വൈകുന്നേരങ്ങളിലും പുഴയിലുള്ള കഴുകൽ സഹായകരമാകുന്നുണ്ട്. കുളി കഴിഞ്ഞതിന് ശേഷം ആനകൾ 8 മണിയോടുകൂടി ട്രെയിനിങ് ഗ്രൗണ്ടിലെത്തുന്നു. ആനകളെ ഒന്നിച്ചു നിർത്തിയുള്ള പരിശീലനം അവ തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കാൻ സഹായിക്കുന്നു. കുംകി പരിശീലനത്തിന്റെ അടിസ്ഥാനമായ ചങ്ങലച്ചവിട്ട്, ആനയെ കെട്ടിവലിക്കൽ തുടങ്ങിയ പരിശീലനങ്ങൾ ആനകൾക്ക് നൽകുന്നു. ഒരു മണിക്കൂർ നീണ്ട പരിശീലനത്തിന് ശേഷം ആനകൾ ഊട്ടുപുരയിലേക്ക് പോകുന്നു. അരി, ഗോതമ്പ്, റാഗി, മുത്താറി, ഉപ്പ്, ശർക്കര, മിനറൽ കൂട്ട് തുടങ്ങിയവ ആനയുടെ പ്രായത്തിൻ്റെയും ശരീരത്തിൻ്റെയും അടിസ്ഥാനത്തിൽ വെറ്റിനറി ഡോക്ടർ തയ്യാറാക്കിയ ഷെഡ്യൂൾ പ്രകാരം ഓരോ ആനകൾക്കും നൽകുന്നു. കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് താഴെ 4 സ്ഥലത്താണ് നമുക്ക് ആന ക്യാമ്പ് ഉള്ളത്. കോട്ടൂർ, മലയാറ്റൂർ, കോന്നി, പിന്നെ മുത്തങ്ങയാണ്. അതിൽ മുത്തങ്ങയിലാണ് നമുക്ക് ഈ കുംകി ട്രെയിനിങ് ആയിട്ട് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. വേറെ എവിടെയും കുംകി ട്രെയിനിങ് ചെയ്യുന്നില്ല, ആന ക്യാമ്പായിട്ട് മാത്രമേ കൊണ്ടുപോകുന്നു. ഏർലിയർ സ്റ്റേജ്, ഇനീഷ്യൽ സ്റ്റേജസിൽ നമ്മൾ തമിഴ്നാട്ടിലുള്ള മുതുമലയിലാണ് ഈ കുംകി ട്രെയിനിങ്ങിന് വേണ്ടി ഇവിടെ നിന്ന് ആനകളെ കൊണ്ടുപോയി നമ്മൾ ട്രെയിനിങ് കൊടുത്ത് തിരിച്ചു കൊണ്ടത്. ദെൻ സബ്സിക്വൻ്റ്ലി നമ്മളായിട്ട് മുത്തങ്ങ ക്യാമ്പിൽ തന്നെ ഈ കുംകി ട്രെയിനിങ് തുടങ്ങിയിട്ടുണ്ട്. നിലവിൽ 12 ആനയാണ് നമുക്ക് കുംകി ട്രെയിനിങ്ങിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അതിൽ 2 ആന പാലക്കാടിലുള്ള സാറ്റലൈറ്റ് ക്യാമ്പിന് വേണ്ടി നമ്മൾ കൊണ്ടുപോയിട്ടുണ്ട്. 10 മുത്തങ്ങയിലുണ്ട്. ഭക്ഷണത്തിന് ശേഷം ആനകളെ കാട്ടിൽ മേയുവാനായി വിടുന്നു. കാട്ടിനുള്ളിലാണ് ആനക്യാമ്പ് സ്ഥിതി ചെയ്യുന്നത് എന്നത് ആനകളെ അർദ്ധവന്യാവസ്ഥയിൽ നിലനിർത്തുന്നതിന് സഹായകരമാകുന്നു. ഇത് മുത്തങ്ങ ആനക്യാമ്പിന്റെ ഏറ്റവും വലിയ സവിശേഷതയാണ്. ആനകളെ കാട്ടിൽ വിട്ടതിന് ശേഷം പാപ്പാന്മാർ മടങ്ങിപ്പോകുന്നു. കാടിനുള്ളിലെ വയലുകളിലും സ്വാഭാവിക വനത്തിലും സ്വൈര്യവിഹാരം നടത്തുവാനും കാട്ടാനകളോടൊപ്പം മേയുവാനും ഇണചേരുവാനും ക്യാമ്പിലെ ആനകൾക്ക് അവസരം ലഭിക്കുന്നുണ്ട്. കാട്ടിൽ വളരുന്ന വിവിധയിനം പുല്ലുകൾ, മരത്തോലുകൾ തുടങ്ങിയവ ഭക്ഷിക്കുവാൻ ഇവയ്ക്ക് സാധിക്കുന്നു.
3 മണിയോടെ പാപ്പാന്മാർ മടങ്ങിയെത്തി ആനകളെ തിരികെ കൊണ്ടുവരും. പിന്നീട് 1 മണിക്കൂറോളം നൂൽപ്പുഴയിലെ വിസ്തരിച്ചുള്ള നീരാട്ടാണ്. നാല് മണിയോടുകൂടി ആനകൾ ട്രെയിനിങ് ഗ്രൗണ്ടിലെത്തും. കാട്ടാനകളെ പിടികൂടുന്നതിനും കെട്ടിവലിക്കുന്നതിനും ലോറിയിൽ കയറ്റുന്നതിനും തുടങ്ങിയ പരിശീലനങ്ങൾ എല്ലാ ആനകൾക്കും നൽകുന്നു. കൂടാതെ ആന ക്യാമ്പ് വെറ്റിനറി ഡോക്ടറുടെ പരിശോധനയും എല്ലാ വൈകുന്നേരങ്ങളിലും ലഭ്യമാക്കുന്നു. മുത്തങ്ങ ആനക്യാമ്പിലെ ആനകളുടെ ആരോഗ്യ പരിപാലനം എന്ന് പറയുന്നത് നമ്മൾ എല്ലാ ആഴ്ചയും ആനയെ ഫുൾ ബോഡി ചെക്കപ്പിന് വിധേയപ്പെടുത്തുന്നുണ്ട്. അതുമൂലം എന്തെങ്കിലും രീതിയിലുള്ള മുറിവുകളോ മറ്റ് ദേഹാസ്വാസ്യങ്ങളോ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് കണ്ടെത്താനും വേണ്ട ക്രമപരിപാലനങ്ങൾ അതിൽ നടത്തുവാനും സാധിക്കുന്നുണ്ട്. തുടർന്ന് ആഴ്ചയിൽ നമ്മൾ നടത്തുന്ന പോലെ തന്നെ എല്ലാ 3 മാസം കൂടുമ്പോഴും ആനയുടെ ഭാരവും അതുപോലെ തന്നെ പൊക്കവും അളന്ന് തിട്ടപ്പെടുത്തി ചാർട്ടാക്കിയ ശേഷം അതിന് ആനുപാതികമായ രീതിയിൽ ആനയുടെ ആഹാരത്തിൻ്റെ അളവും നമ്മൾ വളർച്ചയ്ക്ക് അനുപാതമായി വ്യത്യാസം വരുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആനയുടെ വെയ്റ്റ് അറ്റൈൻമെൻറ്റും അതുപോലെ തന്നെ ഓവറോൾ ബോഡി സ്കോറും നന്നായി തന്നെ നിലനിർത്തിക്കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ആനക്യാമ്പിൻ്റെ പരിപാലന രീതിയിലെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് ഒറ്റത്തറയിലുള്ള ആനകളുടെ ബന്ധനമാണ്. അതുകൊണ്ട് തന്നെ ചങ്ങല മൂലമുണ്ടാകുന്ന മുറിവുകൾ താരതമ്യേന കുറവാകുന്നു. ഞാൻ രമേശ്, ഇത് കൃഷ്ണൻ. ഞങ്ങൾ ഉണ്ണികൃഷ്ണൻ്റെ പാപ്പന്മാരാണ്. ആനയ്ക്കിപ്പം മതപ്പാടാണ്. പുഴയിലായിരിക്കാണ് കെട്ടിയേക്കുന്നത്, ഒറ്റ ചെയിനിലിട്ടാണ് കെട്ടിയേക്കുന്നത്. പിന്നെ ആനയ്ക്ക് വെള്ളം കുടിക്കാനും എല്ലാത്തിനും നല്ല സൗകര്യമുണ്ട്. മസ്തായതുകൊണ്ട് തന്നെ പുഴയിലാരി കെട്ടുവാണെങ്കിൽ നല്ലതാണ്. ആനയ്ക്ക് പെട്ടെന്ന് ഒലിച്ചോളും. പിന്നെ ഒറ്റ ചെയിനിൽ കെട്ടുകയാണെങ്കിൽ പിരിയൊക്കെ അടിക്കേണ്ടി വരും. അതൊക്കെ ആന സമ്മതിക്കും. ചോറൊക്കെ കൊടുക്കാം, ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. പിന്നെന്ന് പറഞ്ഞാൽ ഒറ്റ ചെയിനിൽ കെട്ടുവാണെങ്കിൽ ആനയ്ക്ക് മുറിവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. വെള്ളത്തിൽ കളിക്കുകയാണെങ്കിൽ നല്ലോണം ഉള്ളു തണുത്തോളും. മസ്തൊക്കെ നല്ലോണം ഇറങ്ങിക്കോളും. ആനപ്പാപ്പൻ എന്ന നിലയിൽ എല്ലാ ആനകളെയും മതപ്പാട് ടൈം ഒറ്റ ചെങ്ങലയ്ക്ക് പുഴക്കരി കെട്ടുന്നതായിരിക്കും നല്ലത്. അതന്നെ ഞങ്ങളുടെ അഭിപ്രായം. ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന ആനകളെ തുരത്തുന്നതിനായി മുത്തങ്ങയിലെ ആനകളെ ഇന്ന് കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ഉപയോഗിക്കുന്നു. ഒരു കാലത്ത് തമിഴ്നാടിനെയും കർണാടകയെയും കുംകിയാനകൾക്കായി ആശ്രയിച്ചിരുന്ന കേരളത്തിന് ഇന്ന് മുത്തങ്ങയിൽ ഏത് കാട്ടാനയോടും കിടപിടിക്കുന്ന ഏതാനും കുംകിയാനകളുണ്ട്. ഒരു കാലത്ത് വയനാടിന്റെ പേടി സ്വപ്നമായിരുന്ന കല്ലൂർ കൊമ്പനും വടക്കനാട് കൊമ്പനും ഇന്ന് വയനാടിന്റെ കാവൽക്കാരായി കുംകിയാനകളായി മാറിക്കൊണ്ടിരിക്കുന്നു.
5 മണിയോടുകൂടി പരിശീലനം കഴിഞ്ഞ് ഊട്ടുപുരയിലെത്തുന്ന ആനകൾക്ക് വൈകുന്നേരത്തെ റേഷൻ നൽകുന്നു. തുടർന്ന് രാത്രി കഴിക്കുവാനുള്ള പച്ചപ്പുല്ലും എടുത്തുകൊണ്ട് കെട്ടുതറിയിലേക്ക് മടങ്ങുന്നു. രാത്രിവേളകളിൽ പാപ്പാന്മാർ കുട്ടികളോടൊപ്പം ആനകൾക്ക് സമീപത്തായി ഒത്തുചേരുന്നു. പങ്കുവയ്ക്കാനായി ഒരുപാട് ആനക്കഥകളും അനുഭവങ്ങളുമുണ്ടാകും. വരുന്ന തലമുറകൾക്കായി കരുതി വച്ചിരിക്കുന്ന ആനകളെക്കുറിച്ചുള്ള അറിവുകൾ മക്കൾക്കായി പറഞ്ഞു നൽകുന്നു. കുംകി എന്നത് കേവലം ആന പാപ്പാൻ ബന്ധം മാത്രമല്ല, മറിച്ച് ഇതവർക്കൊരു സംസ്കാരം കൂടിയാണ്. ഒരു കാലത്ത് നഷ്ടപ്പെട്ടു പോയ ഈ സംസ്കാരത്തിൻ്റെ വീണ്ടെടുക്കലാണ് ഇന്ന് മുത്തങ്ങ ആനക്യാമ്പിലൂടെ തുടരാൻ ശ്രമിക്കുന്നത്. ഇത് ഇന്നിൻ്റെ ആവശ്യകതയാണ്.